ഒരു പണി ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ആകെ നടന്നത് ഇനി ആരും വന്ന് ഇതിൻ്റെ വിഷ്വൽസ് എടുക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകാൻ സാധിച്ചത് ഇതിൻ്റെ പ്ലാനോ ഇതിൻ്റെ മറ്റെന്തെങ്കിലും പദ്ധതികളോ ഒന്നും ഇവിടെ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മളങ്ങനെ ഉണ്ടല്ലോ, ഒരു കെട്ടിടം പണി തുടങ്ങുന്നതിനാവശ്യമായ പഞ്ചായത്ത് ലൈസൻസിന് ആവശ്യം, പഞ്ചായത്തിൻ്റെ പെർമിഷൻ ആവശ്യമായ പേപ്പർ വർക്കുകളൊക്കെ നീക്കണം. അതൊന്നും നീക്കിയിട്ടില്ല എന്നാണ് ഫ്രാൻസിസ്. ഒന്നും നീക്കിയിട്ടില്ല. ഇവരൊക്കെ ഈ വയനാടും ഈ പരിസരത്തുള്ളവരാണ്. ഒന്നും നീക്കിയിട്ടില്ല. ഇന്നലെ രാത്രി 8 മണി വരെ അതെ, ഇന്നലെ രാത്രി 8 മണി വരെ അങ്ങനെ ഒരു വിവരവും നമുക്ക് ആർക്കും ഇല്ല, ഇവിടെയുള്ള അധികാരികൾക്കൊന്നുമില്ല. അപ്പോൾ എന്തിനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ പൊതുസമൂഹത്തെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നത്, ഇങ്ങനെ വഞ്ചിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തിനാണ് ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്? ഇവർ പണം പിരിച്ചു ഒരു ആപ്പ് ഉപയോഗിച്ച്, ആ പണത്തിൻ്റെ കണക്ക് പോലും ഇപ്പോൾ ഇല്ല. ഇന്നലെ പറഞ്ഞത് നിങ്ങളോട് എന്തിനാണ് കണക്ക് പറയുന്നത്? മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ CPM-നോട് എന്തിനു കണക്ക് പറയുന്നു? എന്തിനാണ് ജനങ്ങളെ കണക്ക് ബോധിപ്പിക്കുന്നത് എന്ന? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം DYFI ഈ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ, ചേർത്ത് നിർത്താൻ, അവരോടൊപ്പം നിൽക്കാൻ കേരളത്തിലുടനീളം അധ്വാനിച്ച്, ആക്രി പെറുക്കി അധ്വാനിച്ച് ഞങ്ങൾ പണം സമാഹരിച്ച് 20 കോടി രൂപ ഈ ടൗൺഷിപ്പ് പദ്ധതിക്ക് കൊടുത്തവരാ ഞങ്ങൾ. ആ ഞങ്ങളെപ്പോലും യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ മത്സരിക്കുന്നവർ പോലും എന്ത് ചെയ്യാണ്? ആക്ഷേപിക്കുകയാണ്, കളിയാക്കിക്കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ അവരോട് ചോദിക്കുക, ഈ കേരളത്തിലല്ലേ ഇത്? ഈ വയനാട്, ഈ ഭൂമി കിടക്കുന്നത് കേരളത്തിലല്ലേ? ആർക്കും വന്ന് നോക്കാൻ പറ്റുന്ന ഇടമല്ലേ? ഇവരെന്തേ ഇവിടെ ഇങ്ങനെ ഒരു ഭൂമി എടുത്ത് ആ ഭൂമിയുടെ പേരിൽ നുണ പറയുന്നത് എന്തിനാ? എത്ര പണം പിരിച്ചത് എന്ന് പറയാത്തത് എന്താ? ഈ ഭൂമി വാങ്ങിയത് തന്നെ നമുക്ക് ഏവർക്കും അറിയാം. വലിയ രീതിയിൽ പ്രതിഷേധവും പ്രക്ഷോഭവും ഉയർന്നു വന്ന സമയത്താണ് ഇവർ ഭൂമി വാങ്ങുന്നത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഈ ഭൂമിയിൽ പണി തുടങ്ങാത്ത കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പണി തുടങ്ങി എന്ന് പറയുക കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം കരുതിയത് കേരളത്തിൻ്റെ പുറത്തൊക്കെ ഈ കനകൊലു പറയുന്ന ഒരു കാര്യമുണ്ട്. കനകൊലു കേരളത്തിൻ്റെ പുറത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം, നുണ പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? ഇത് ഈ ഭൂമിയല്ലേ? ഇവിടെ നോക്കൂ നിങ്ങൾ, ഞങ്ങൾ ഇതിനകത്തേക്ക് കയറുന്നില്ല. ഇനി അവരുടെ ഭൂമിയിൽ ഞങ്ങൾ കയറി എന്നുള്ളത് വേണ്ട. ഇവിടുന്ന് പക്ഷേ നമ്മുടെ ക്യാമറക്ക് ഇത് കാണാൻ പറ്റും. ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ ഈ ഭൂമി ഇവിടെ പണി നടക്കുന്നുണ്ടോ എന്നുള്ളത്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഇവർ ഉദ്ഘാടനം നടത്താൻ വേണ്ടി സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ കൊണ്ടുവന്ന് വലിയ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഇങ്ങനെ നിരപ്പാക്കി വെച്ചു. ഇപ്പോൾ ഞങ്ങൾ ആരെങ്കിലും കയറുന്നതിന്, അല്ലെങ്കിൽ ജനങ്ങൾ കയറി വീഡിയോ എടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു മറയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു പെർമിഷനും എടുത്തിട്ടില്ല. ഒരു പ്ലാനോ അല്ല അതിൻ്റെ എന്തെങ്കിലും ഒരു പേപ്പർ വർക്ക് ഒന്നും നീക്കിയിട്ടില്ല ഇവർ. എന്നിട്ടാണ് ഈ നാടിനോട് ഇവർ ഇങ്ങനെ നുണ പറയുന്നത്. അപ്പോൾ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെ മനുഷ്യരെ പറഞ്ഞ്, ദുരന്തത്തിൻ്റെ പേരിൽ പോലും മനുഷ്യരെ പറഞ്ഞ് പറ്റിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തെ നിങ്ങൾ വിലയിരുത്തണം. ഇവരെ ഒരു നിലക്കും വിശ്വസിക്കരുതേ എന്ന അഭ്യർത്ഥന നടത്തുകയാണ്. ഈ പ്രതിപക്ഷത്തെ തുറന്നു കാണിക്കാൻ കേരളത്തിലുടനീളം ഈ തെരഞ്ഞെടുപ്പിനിടയിലും ഞങ്ങൾ DYFI പറ്റാവുന്നിടത്തെല്ലാം പ്രതീകാത്മകമായി കുടിൽ കെട്ടി സമരം നടത്തും. ആ സമരം ഇപ്പോൾ ഇവിടെയും ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്.